എന്താ ജോക്കർ? ജോക്കർ വരുന്നുണ്ട്. അശ്രീകരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഇരുന്നു അവസാനം മാവുണ്ണാൻ നേരത്ത് കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കുള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ റീൽസ് ഇല്ലാതെ കയറുന്നോട്ടാ തട്ടാ നിൽക്കുമ്പോ ഓരോരുത്തം പമ്പ പാടിക്കുന്നത്. ഒരു കാര്യം റിഹേഴ്സൽ നടത്താം നിന്റെ ഒത്ത്. മറ്റേതല്ല, നവീനം. അത് വേണ്ട, രാമായണം പഴയ രൂപത്തിൽ. രാമായണം പഴയ രൂപത്തിൽ തന്നെ, എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ ഒരു കുറവ്? എന്താ അവക്ക് ഇനി കുറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ഭൂലോക സുന്ദരി, ആചാന ബാഹു, അന്ന നട. ശരിയാ, ഓളെ പിടിച്ച് സീതയാക്കിയാലേ ഇവൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയ പോലെ. അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? ഒന്നല്ല 9 സീതയെ കിട്ടും, തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറ്, കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താന്ന്? ശ്രീരാമൻ മാറണം. എന്താ എന്നിട്ട് എന്തോ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും പേരെ ഇതാ മലയാളി. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വേണേ, പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണി കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല. പിന്നെ നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഞാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? ഞാനാണോ അലവലാദി? പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞ ആരാണ് ശ്രീരാമനാകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ ഏഴാം കൂലി? എന്റെ പേരുണ്ടാ? ഉണ്ടാ, എല്ലാരും പേരുണ്ട്. പിന്നെ എന്റെ പേരില്ല. ചേട്ടൻ തന്നെ ഐശ്വര്യ ഒരെണ്ണം എടുത്താൽ ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അല്ല, ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെപ്പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. ശ്രീരാമൻ കെട്ടില്ല, ലക്ഷ്മണൻ കെട്ടതൊന്നും ഇത് മറ്റേ ഏർപ്പാട് ഇവിടെ ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇതെന്തായിരുന്നു? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? ചേട്ടാ ചേട്ടാ, ഇതിനൊരു തീരുമാനം എടുക്കണം. ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയും. ഇവിടെ രാമനുമില്ല സീതയുമില്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആരാദ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ.